നമസ്തേ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഈ കുംഭമേളയെക്കുറിച്ചാണ് നമ്മൾ അവസാനം സംസാരിച്ചത്. നമ്മൾ തമ്മിൽ ഒരു ചാനലിൽ സംസാരിക്കുന്നത്. അന്ന് സ്വാമി മഹാമണ്ഡലേശ്വരം ആയിട്ടില്ല. മഹാമണ്ഡലേശ്വരം ആയതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുന്നത്. സ്വാമി, അപ്പോൾ എനിക്കൊരു സംശയം നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ജൂന അഖാഡ, മഹാമണ്ഡലേശ്വർ എന്നൊക്കെ പറഞ്ഞാൽ അത്ര കാര്യമായി ആളുകൾക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് സ്വാമി ഇപ്പോൾ കേരളത്തിലിടയ്ക്ക് വരുന്നുണ്ട്, കേരളത്തിൽ പരക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ജൂന അഖാഡ, എന്താണ് ചെയ്യുന്നത്, എന്താണ് ഈ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്നത്, എന്താണ് ഒന്ന് പറയാമോ? അഖാഡയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് സംസാരിക്കുന്ന സമയത്ത് കുംഭമേളയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതെ 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 ഭാരതത്തിലെ സന്യാസി പരമ്പരയ്ക്ക് രണ്ട് വഴികളുണ്ട്. ഒന്ന് മഠങ്ങളിലൂടെയുള്ളതും മറ്റൊന്ന് അഖാഡകളിലൂടെയുള്ളതും. മഠങ്ങളിലൂടെയുള്ളത് ജ്ഞാനപന്ഥികളാണ്, ശാസ്ത്രമാണ് അവരുടെ മാർഗം, ശാസ്ത്രധാരികളാണ്. അഖാഡകളിൽ ശാസ്ത്രധാരികളാണ്, സാധനാപന്ഥികളാണ്. സാധനയാണ്, ഒരു ഉപാസനയാണ്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ആയുധമാണ്. ആയുധം പിടിച്ച സന്യാസിമാരാണ്. അപ്പം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വന്നാൽ ആയുധമെടുത്ത് പോരാടാനും തയ്യാറായിട്ടുള്ള സന്യാസിമാരാണ് അഖാഡകളിലെ സന്യാസിമാർ. അങ്ങനെ നമ്മുടെ നാട്ടിൽ അഖാഡകളിലെ സന്യാസിമാർ ആയുധമെടുത്ത് പോരാടിയിട്ടുണ്ടോ? ധാരാളം. മുഗളന്മാരുടെ കാലത്തല്ലേ? അല്ല, മുഗളന്മാരുടെ കാലത്തല്ല. ഇത് വളരെ പ്രാചീനമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്. അതിനെ മറ്റ് എല്ലാ കാര്യങ്ങളും ഒരു നവീകരണം അല്ലെങ്കിൽ ഒരു പുനരേകീകരണം ഒക്കെ നടത്തിയ സമയത്ത് ശങ്കരാചാര്യസ്വാമികൾ അഖാഡകളെയും ഒരു നവീകരണവും അതിനൊരു വ്യവസ്ഥകൾ ചിട്ടപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതിനു മുമ്പ് തന്നെ ആശ്രമങ്ങളെ ആസുരികമായിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിച്ചു വന്നിരിക്കുന്ന ഒരു ട്രഡീഷൻ്റെ തുടർച്ചയാണ്. ദത്താത്രേയനാണ് ജൂന അഖാഡയുടെ ഗുരു, പരമാചാര്യൻ. അതിനുശേഷം മുഗളന്മാരുടെ കാലത്ത് കാശിയിൽ, അയോധ്യയിൽ, മധുരയിൽ, അങ്ങനെ പല സ്ഥലത്ത് വളരെ സായുധമായിട്ടുള്ള സംഘർഷങ്ങൾ മുഗൾ സൈന്യം ഇസ്ലാമിക് ആക്രമണകാരികളുമായിട്ടുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആദ്യത്തെ സ്വാതന്ത്ര്യ മുഗളന്മാരെ തോൽപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം സന്യാസിമാർ അന്ന് ഇതിനു വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തിട്ടുമുണ്ട്. പിന്നെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം, അത് സന്യാസി മ്യൂട്ടിനി എന്നാണ് ബ്രിട്ടീഷുകാർ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. അത് ബംഗാളിൽ നിന്ന് സന്യാസിമാരുടെ ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന ഒരു ഇതാണ്. അതിൻ്റെ തുടർന്നാണ്, അതിൻ്റെ ഒരു റെക്കോർഡാണ്, നേരിട്ടുള്ളൊരു റെക്കോർഡ് അല്ലെങ്കിലും ആനന്ദമഠം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവല്. പിന്നെ മൗണ്ട് അബു, അവിടുത്തെ ഗുരുശിഖർ, അത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുക. ആനന്ദമാർഗികൾ ഇപ്പോഴും ആയുധം കൊണ്ട് നടക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ആനന്ദമാർഗികളെന്ന് മാത്രമല്ല, ആനന്ദമാർഗികളും അതിന് അവിടുത്തെ അഖാഡകളിലെ സന്യാസിമാരും ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ അവസാനം ചൈന യുദ്ധത്തിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന് പല തിരിച്ചടികൾ നേരിട്ടുന്ന സമയത്ത് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിമാലയങ്ങളിലുള്ള ഞാനൊരു വൈരുദ്ധ്യം ചോദിക്കട്ടെ. ഇപ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പീഡ എറുമ്പിനും വരരുതെന്ന്. അങ്ങനെ ചിന്തിക്കുന്ന സന്യാസിമാർക്ക് എങ്ങനെ ആയുധമെടുത്ത് വേണ്ടി വന്നാൽ ഹിംസ നടത്താൻ കഴിയും? അഹിംസോ പരമോ ധർമ്മഹിംസ തഥൈവച. അഹിംസയാണ് പരമമായ ധർമ്മം. ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ഹിംസയും അതുപോലെ തന്നെയാണ്. ധർമ്മത്തിന് വേണ്ടി വേണമെങ്കിൽ ഹിംസ നടത്താം. അതെ, ആദ്യത്തെ വരിയെ പറയുന്നുള്ളൂ, അതുകൊണ്ട് അഹിംസ മാത്രമേ പറയുന്നുള്ളൂ. അതെ. അപ്പോൾ പിന്നെ സന്യാസി ഒരു ശരീരത്തിൽ നിന്ന് ഒരു പ്രാണനെ മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പലതരത്തിലുള്ള ധാർമ്മികതകളിൽ പല പ്രാരബ്ധങ്ങൾ കൊണ്ട് പെട്ട് ഒരു നശിച്ചു പോയ ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ഒരു ജന്മമാണ് ആ ഒരു ആക്രമണകാരികളുടെ. അവന് മോക്ഷം കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ആ പ്രാരബ്ധമുള്ള ശരീരത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് യാത്രയാക്കുകയാണ് സന്യാസിയുടെ മനോഭാവം. അല്ലാതെ സന്യാസിയെ ആക്രമിക്കുന്ന ആളുകളോട് അയാളുടെ വൈയക്തികമായ തലത്തിൽ യാതൊരു ദേഷ്യവും, നമ്മൾ സാധാരണ ഒരാളെ ആക്രമിക്കുക എന്ന് പറയുന്നത് അയാളുള്ള ദേഷ്യം കൊണ്ടാണ്. ആ ഒരു ദേഷ്യവും വ്യക്തിപരമായിട്ട് സന്യാസിക്കില്ല. സന്യാസി ധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമുക്കിപ്പോൾ ഒരു ജന്തു നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലെടുത്തെങ്കിലും അറിയും. അപ്പം അതുപോലെ ധർമ്മത്തിൻ്റെ, സമഷ്ടിയുടെ, ലോകത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ട്, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സന്യാസി ആ ഒരു അത്രയും കാലികമായിട്ടുള്ളൊരു ധർമ്മം എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ ചെയ്തിട്ടുണ്ട്. ആക്രമണകാരികളെ നേരിടും. നമ്മുടെ ഭാരതീയ സംസ്കൃതിയിലെ എല്ലാ ദേവതകളും ആയുധമേന്തിയവരാണ്, അസുരന്മാരെ നേരിട്ട് നിഗ്രഹിച്ചവരാണ്, അധർമ്മത്തെ നശിപ്പിച്ചവരാണ്, ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്തവരാണ്. അപ്പോൾ അവരുടെ ശിവഭൂതങ്ങൾ എന്നുള്ള നിലയിൽ, മഹാദേവൻ്റെ സൈന്യം എന്നുള്ള നിലയിൽ സന്യാസിമാരും കാലികമായിട്ട് ആ പ്രപഞ്ചധർമ്മം നിറവേറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ആക്രമിക്കുന്ന ആളുകളോട്
വ്യക്തി എന്നുള്ള തലത്തിൽ സന്യാസിക്ക് യാതൊരു ദേഷ്യവും ഇല്ല. ഈ ശസ്ത്രധാരികളായ അല്ലെങ്കിൽ ആയുധം എടുക്കേണ്ടി വന്നാൽ എടുക്കുന്ന സന്യാസ പരമ്പരയിലെ മഹാമണ്ഡലേശ്വരാണല്ലോ സ്വാമി. അപ്പോൾ ഈ ജൂനാഘാടയിൽ എന്തൊക്കെയാണ് കാണുന്നത്? അപ്പോൾ ഈ 13 അഖാഡകളാണ് മൊത്തം ഭാരതത്തിലുള്ളത്. അതിൽ 7 അഖാഡകളാണ് സന്യാസി അഖാഡകൾ. 3 അഖാഡകൾ വൈഷ്ണവ സന്യാസിമാരുടെ, അവർ വൈരാഗികൾ എന്നാണ് നമ്മുടേതായിട്ടുള്ളൊരു ഭാഷയിൽ പറയുക. 3 അഖാഡ സിഖ് ഗുരുക്കന്മാർ സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് ഇന്നത്തെ പറയുന്ന ഒരു സിഖ് മതം എന്നുള്ളതല്ല, പക്ഷേ സിഖ് മതം ഈ ബ്രിട്ടീഷുകാരാണ് ഇത്തരത്തിലുള്ള വിഭജനമൊക്കെ നടത്തുന്നത്. സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളതാണ്. സിഖ് ഗുരുക്കന്മാർ സ്ഥാപിച്ച ഉദാസീനുകൾ എന്ന് പറയുന്ന സന്യാസിമാരുടെ 3 അഖാഡകൾ. അതിൽ ഈ 7 അഖാഡകളിൽ ആണ് ഈ സന്യാസി ശങ്കര ദശനാമി പാരമ്പര്യത്തിലുള്ള സന്യാസി അഖാഡകൾ. അതിൽ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായിട്ടുള്ള അഖാഡയാണ് ജൂനാഘാഡ. 10 ലക്ഷത്തോളം നാഗാ സന്യാസിമാർ, സന്യാസി അഖാഡകളിലെ സന്യാസിമാരെയാണ് നാഗാ സന്യാസിമാരെന്ന് പറയുന്നത്. നാഗസന്യാസിമാരെ കുറിച്ച് കേരളത്തിൽ പറയുന്നത് വസ്ത്രം ധരിക്കാത്ത സന്യാസിമാരെന്നാണ്. നമ്മൾ കുംഭമേളയിലെ സ്നാനത്തിന് വസ്ത്രം ധരിക്കില്ല. സന്യാസം സ്വീകരിക്കുന്നത് വസ്ത്രമടക്കം എല്ലാം ഉപേക്ഷിച്ചിട്ടാണ്. നമ്മുടെ വസ്ത്രം, പിന്നെ ലോകബന്ധത്തിൻ്റെ പ്രതീകമാണ് ശിഖയും യജ്ഞോപവീതവും. നമ്മൾ മലയാള ഭാഷയിൽ കുടുമയും പൂണൂലും എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ അതൊക്കെ ഒരു ജാതി ചിഹ്നമായിട്ടാണ് കരുതുന്നത്. നമ്മുടെ പഴയ കാലത്തെ ചിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും യജ്ഞോപവീതം ധരിച്ചിരുന്നതായിട്ട്, പൂണൂലും ധരിച്ചിരുന്നതായിട്ട് കാണാം. ആചാര്യമാർ ഇപ്പോഴും വിശ്വകർമ്മ, അതായത് കർമ്മബന്ധം, നമുക്ക് ലോകവുമായിട്ടുള്ള കർമ്മബന്ധത്തിൻ്റെ പ്രതീകമാണ്. സന്യാസത്തിൽ മാത്രമേ അത് മുറിക്കുള്ളൂ. അപ്പോൾ അതാണ് സന്യാസിയാവുമ്പോൾ പൂണൂല് മുറിക്കും, ശിഖ മുറിക്കും, കുടുംബം എടുത്ത് ശിഖ മുണ്ടനം ചെയ്യും. മുണ്ടനമാണ് സന്യാസത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വസ്ത്രമടക്കം ഗംഗയിൽ ഉപേക്ഷിച്ചിട്ടാണ് സന്യാസി കയറി വരുന്നത്. അപ്പോൾ ആ സന്യാസ സ്വീകരണത്തിൻ്റെ സ്മരണയിലാണ് ഭസ്മധാരികളായി ശിവസ്വരൂപികളായിട്ട് അഖാഡകളിലെ സന്യാസിമാർ, 13 അഖാഡകൾ ചേർന്നിട്ടാണ് കുംഭമേള നടത്തുന്നത്. അഖാഡകളിലെ സന്യാസിമാർ സ്നാനത്തിന് പോകുന്നത്. അപ്പോൾ കുംഭമേളയിലെ സ്നാനത്തിനും അഖാഡയുടെ ആചാരപരമായ ചടങ്ങുകൾക്കും ഭസ്മധാരികളായിട്ടാണ് അഖാഡയിലെ നാഗസാധുക്കൾ, അഖാഡയിലെ സന്യാസിമാർ, സന്യാസി അഖാഡകളിലെ സന്യാസിമാർ പങ്കെടുക്കുക. ചില ആളുകൾ അവരുടെ ജീവിതവ്രതം പോലെ ആ ഒരു വസ്ത്രം സ്വീകരിക്കാതെ തന്നെ തുടരുന്ന ആളുകളും അഖാഡകളിലുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു തത്വമുണ്ട്. ഈ തത്വം അറിയാതെയാണ് ചില ആളുകൾ തുണി കൊടുക്കാത്ത സന്യാസിമാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. അല്ല, അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ, അവർ കാണുന്നത് എങ്ങനെയാണ്, അവർ കാണുന്നതിൻ്റെ ഒരു വികാരം എന്താണ്. ഇപ്പോൾ കുംഭമേളയ്ക്കൊക്കെ വരുന്ന ആളുകൾക്കറിയാം, അവിടെ ഒരുപാട് പേര് സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ ഗംഗയിൽ കുളിച്ച് വളരെ പൊതുവായി നിന്നിട്ടാണ് അവർ വസ്ത്രം മാറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ബുദ്ധ വിശ്വാസത്തിലാണെങ്കിൽ ദിഗംബരന്മാരുണ്ട്, ദിക്കുകൾ അമ്പരന്മാരായിട്ടുള്ളവർ. അതിൽ ജൈന ഇതിൽ. അപ്പോൾ ഇതുപോലെ ഈ വസ്ത്രം മാറുന്നത് കാണുമ്പോൾ കുംഭമേളയിലേക്ക് വരുന്ന ഒരാൾക്കും ഒന്നും തോന്നില്ല. അതിലൊരു അശ്ലീലത തോന്നില്ല, മറ്റുള്ള വികാരങ്ങൾ തോന്നില്ല, ഒന്നും തോന്നില്ല. പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുള്ള മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ അത് മാനസികാവസ്ഥയാണ്. പക്ഷെ മറ്റുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളെയും ഒരു അധമമായ മനസ്സോടുകൂടി കാണുന്ന സംസ്കാരമുള്ള ആളുകൾ ഇങ്ങനെ പറയും. അത് ആളുകളുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. അവരിൽ നമുക്കൊരു പരിവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സങ്കല്പം ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല. അവരുടെ സ്കൂളിംഗ് അങ്ങനെയാണ്. കാരണം അവരെ പഠിപ്പിച്ച ആളുകൾ ഇതിനെ അത് മാത്രമായിട്ട് കാണുന്ന ആളുകളാണ്. അപ്പോൾ ആ ശിക്ഷണം അവർ തുടർന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അവരെ ആദരിക്കുന്ന ആളുകൾ ആ വഴിയിൽ തുടർന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ അഖാഡകളിലെ സന്യാസിമാർ, അഖാഡകളെ പൊതുവിൽ നേരത്തെ പറഞ്ഞല്ലോ ശസ്ത്രധാരികളും സാധനാപന്ഥികളുമാണ്. അപ്പോൾ വേറൊരു തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമോ സമൂഹമായിട്ടുള്ള ഇടപഴകലോ ഒന്നും അഖാഡകളിലെ സന്യാസിമാർക്കില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഖാഡകളെ വിദ്വത കൊണ്ട്, നേതൃശേഷി കൊണ്ട്, പാരമ്പര്യം കൊണ്ട് ഒക്കെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് സന്യാസിമാരിൽ നിന്ന് തന്നെ അത്തരം നേതൃശേഷിയുള്ള ആളുകളെ അഖാഡകൾ മഹാമണ്ഡലേശ്വരന്മാരായിട്ട് ആചാര്യ മഹാമണ്ഡലേശ്വരായിട്ട് അഭിഷേകം ചെയ്യും. അതാണ് ഈ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന പദവി. ഞാൻ കണ്ടിരുന്നു സ്വാമിയെ ഇങ്ങനെ രഥത്തിലോ മറ്റോ. അതെ. അവിടെ അത്തരം ചിട്ടകളൊക്കെ വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ഇവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ അഖാഡകളുടെ ഒരു സംഘം സന്യാസിമാർ നമ്മുടെ കൂടെ കൊത്തുവാളുണ്ടാവും. അതെ. ഇപ്പോൾ തന്നെ കൂടെ വന്നിട്ടുണ്ട്. അതെ. കൊത്തുവാള്, ഗദ്ദിധാരി, കോട്ടാരി, അങ്ങനെ പറഞ്ഞിട്ടൊരു 11 പേര് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ അവിടെ എല്ലാ തരത്തിലുള്ള പ്രോട്ടോക്കോളുകളും അവിടെ ഇതായിട്ടുള്ള ഒരു അങ്ങനെയാണ് അഖാഡയുടെ മഹാമണ്ഡലേശ്വരന്മാർ. ഇപ്പോൾ എവിടെ ചെല്ലുകയാണെങ്കിലും നമുക്കൊരു വലിയ സ്ഥാനപ്പേരുണ്ട്. ആ സ്ഥാനപ്പേര് ഘോഷണം ചെയ്യണം. നമ്മുടെ കൂടെ ആരൊക്കെ ഇരിക്കാൻ പാടില്ല.
ഓ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിട്ടകളും കാര്യങ്ങളും നമ്മുടെ ഇവിടെയാണ് അതൊന്നും അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് അവിടെ അതിനെ മാനിക്കുന്നത്. അത് അഖാഡകൾ മാത്രമല്ല, ഒരു ആചാര്യനെ മഹാമണ്ഡലേശ്വരായിട്ട് അഭിഷേകം ചെയ്താൽ പൊതുവിൽ ഭാരതത്തിലെ എല്ലാ സന്യാസിമാരും അതിനെ മാനിക്കും. ധാർമ്മികരായിട്ടുള്ള എല്ലാവരും അതിനെ മാനിക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ കേരളത്തിൽ ഈ നാഗസന്യാസിമാർ പൊതുവിൽ കേരളത്തിലില്ല അല്ലേ? അതെ, ദക്ഷിണ ഭാരതത്തിൽ തന്നെ ഇല്ല. അപ്പം ഈ മാത്രമല്ല ജൂനാഘാടയുടെ പ്രവർത്തനങ്ങളും കേരളത്തിലേക്കില്ല. അപ്പോൾ സ്വാമിക്ക് അങ്ങനെ എന്തോ ഒരു നിയോഗം ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. ദക്ഷിണ ഭാരതത്തിലേക്ക് അഖാഡകളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നൊരു ആലോചന കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അഖാഡകളിലുണ്ട്. കാരണം ഇന്ന് ഇപ്പോൾ പഴയ കാലത്ത് ഉത്തരഭാരതത്തിലായിരുന്നു ഈ മുഗൾ ബ്രിട്ടീഷ് ആക്രമണങ്ങളൊക്കെ ധർമ്മത്തിന് നേരെ അധികവും ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് ഓരോ കുംഭമേള കഴിയുമ്പോഴും എല്ലാവരും അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോയി അങ്ങനെ ഉത്തരഭാരതത്തിലായത്. ഇന്ന് ദക്ഷിണ ഭാരതത്തിലാണ് ഇന്നത്തെ കാലത്ത് ധർമ്മത്തിനെതിരായിട്ടുള്ള പല പ്രവർത്തനങ്ങളുടെയും ഒരു പ്രഭവ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നത്. കട്ടിംഗ് സൗത്ത് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതെ. അതുകൊണ്ട് പലതരത്തിലുള്ള പ്രതിരോധങ്ങൾക്കൊപ്പം തന്നെ ചില സമയത്ത് ശാക്തികമായിട്ടുള്ളൊരു പ്രതിരോധവും പിന്നെ ധർമ്മത്തിൻ്റെ പരമ്പരയെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ സുശക്തമായിട്ടുള്ളൊരു സാമാജിക വ്യവസ്ഥയും ആവശ്യമാണ്. അപ്പം അതിന് അഖാഡകളുടെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു നിയോഗം ഇത്തവണത്തെ കുംഭമേളയിൽ നമ്മളിലേക്ക് വന്നു ചേർന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഏറ്റവും പ്രധാനം ഇവിടെയുള്ള ഇപ്പോൾ കേരളത്തിലല്ലെങ്കിലും കേരളത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട പരമ്പരകൾ തീർത്ഥപാദ പരമ്പര, ശിവഗിരി മഠത്തിൻ്റെ പരമ്പര, അങ്ങനെയുള്ള വലിയ ആചാര്യന്മാരുടെ പരമ്പരയാണ് കേരളത്തിലുള്ളത്. തമിഴ്നാട്ടിലാണെങ്കിൽ ശൈവ ആധീനങ്ങളാണ്. അവിടെ കർണാടകയിലാണെങ്കിൽ JSS വീരശൈവ, ലിംഗായത്ത് അങ്ങനെയുള്ള പരമ്പരയിലെ ആചാര്യന്മാരാണ്. അപ്പോൾ ഇവരെല്ലാം ഈ കുംഭമേളകൾ പോലുള്ള വലിയ കൂടിച്ചേരലുകളൊന്നും അങ്ങനെ പരിചിതമായിട്ടുള്ള ആളുകളല്ല. സൗത്തിലെ ആചാര്യന്മാർക്ക് ഉത്തരഭാരതത്തിലെ ആചാര്യന്മാർക്ക് ഇവിടുത്തെ ആചാര്യന്മാരായിട്ടൊന്നുമില്ല വലിയ ബന്ധങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ട് കരുതുന്നത് എല്ലാ ആചാര്യന്മാരെയും പലതരത്തിൽ ഒരുമിച്ച് ചേർക്കുക, പരസ്പരം ആശയവിനിമയം നടത്തുക, അവരവരുടെ പ്രവർത്തനങ്ങളിൽ അവരവരുടെ കാര്യങ്ങളിൽ പരമാവധി മറ്റെല്ലാവരുടെയും ഒരു സപ്പോർട്ട് നൽകുക, മറ്റെല്ലാ കാര്യങ്ങളിലും അവർക്ക് കൂടി ബന്ധപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ തനതായിട്ട് വലിയ പരിശ്രമങ്ങൾ ഓരോരുത്തരും നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാർഗ്ഗനിർദ്ദേശക മണ്ഡലം ഒരു വലിയ സന്യാസിമാരുടെ ഒരു ധർമ്മസന്ദേശ യാത്ര നടത്തിയതേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അത് കേരളത്തിലെ എല്ലാ സന്യാസിമാരെയും ചേർത്തുകൊണ്ടാണ്. അങ്ങനെയൊന്നും ഇതിനു മുമ്പ് നടന്നൊരു മൂവ്മെൻ്റ് ആയിരുന്നു. എല്ലാ പരമ്പരകളിലും പെട്ട സന്യാസിമാരെ ചേർത്തുകൊണ്ടാണ് ഒരു തുടക്കം എന്നുള്ള നിലയിൽ ആ ഒരു കാര്യം നടത്തിയത്. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് അതുപോലെ ഈ ദക്ഷിണ ഭാരതത്തിലെ മുഴുവൻ സന്യാസിമാരെയും ഇങ്ങനെ ഒരു പൊതു പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുവരുന്നതിനും അവരെ ഉത്തരഭാരതത്തിലുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നതിനും ഉത്തരഭാരതത്തിലുള്ള ആചാര്യന്മാരെ ദക്ഷിണ ഭാരതത്തിലുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുത്തുന്നതിനുമാണ്. ഈ 10 ലക്ഷത്തോളം സന്യാസിമാർ ജൂന അഖാഡയിലുണ്ടെന്ന് പറയുന്നല്ലോ. അപ്പോൾ ആ സെക്റ്റിൻ്റെ ആ വിഭാഗത്തിൻ്റെ മഹാമണ്ഡലേശ്വരാണല്ലോ അങ്ങ്. അപ്പോൾ ഇത് അങ്ങേക്ക് അർപ്പിതമായ സ്വാമി മഹാമണ്ഡലേശ്വരൻ എന്ന നിലയിൽ സ്വാമിയിൽ അർപ്പിതമായിരിക്കുന്ന ചുമതലകൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം അഖാഡയെ നയിക്കുക എന്നുള്ളതാണ്. എന്നർത്ഥം നേതൃശേഷി കൊണ്ട്, വിദ്വത കൊണ്ട്, ചിലപ്പോൾ ഉപദേശങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ളതായിരിക്കാം. ചിലപ്പോൾ പരമ്പര, ഇപ്പോൾ വലിയ പരമ്പരകളിൽപ്പെട്ട ആശ്രമങ്ങളിലെ പുതിയ ആളുകളെ അഖാഡ മഹാമണ്ഡലേശ്വരന്മാരാക്കും. അപ്പോൾ അങ്ങനെ 3 തരത്തിൽ അഖാഡയെ നയിക്കുക എന്നുള്ളതാണ് മഹാമണ്ഡലേശ്വരന്മാരുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ചുമതല എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ തരത്തിലാണ് അഖാഡ പല കാര്യങ്ങളിലും ഇതിനെ ആവശ്യപ്പെടുക, അഖാഡ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ അത് ചെയ്യുക. രണ്ടാമത് ഈ ധർമ്മ വ്യവസ്ഥയെ സമാജത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ദക്ഷിണ ഭാരതവും പൊതുവിലും, പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശങ്കര ജന്മഭൂമിയാണ് സന്യാസിക്ക് വെള്ളം കൊടുക്കാത്ത സ്ഥലം. അതെ, സന്യാസിക്ക് ബഹുമാനമില്ലാത്ത, ബഹുമാനം പോട്ടെ, പച്ചവെള്ളം കൊടുക്കാത്ത സ്ഥലം. ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിലൊരു സന്യാസി വന്നാൽ, ഉത്തരഭാരതത്തിൽ ഏത് ക്ഷേത്രത്തിലൊരു സന്യാസി എന്നാലും സന്യാസിക്ക് ഭക്ഷണത്തിനുള്ള വ്യവസ്ഥയുണ്ടാവും, പരിവ്രജനം ചെയ്യുന്ന സന്യാസിക്ക് 1-2 ദിവസം തങ്ങാനുള്ള വ്യവസ്ഥയുണ്ടാവും. കേരളത്തിലെ ക്ഷേത്രങ്ങളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും അങ്ങനെയുള്ളൊരു സംവിധാനമില്ല. ഇപ്പോൾ കണ്ണൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു സന്യാസി വന്നാൽ നമ്മൾ കുറിയും മാലയും ഒക്കെ ധരിച്ചിട്ടുള്ള ഒരു വിശ്വാസിയായിട്ടുള്ള ആൾക്ക് പോലും ആ സന്യാസിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ഒരു തോന്നലില്ല, ആ ഒരു സംസ്കാരമില്ല. അപ്പോൾ നമ്മൾ കുംഭമേളകളിലൊക്കെ പൊതുവിൽ പറയാറുള്ളൊരു കാര്യമാണ്, ശങ്കരാചാര്യർ വന്ന് ഇതെല്ലാം വ്യവസ്ഥ ചെയ്തിട്ട് പോയി, പിന്നെ ഒരു മലയാളി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന്. അപ്പം അതുകൊണ്ട് സന്യാസിയെ ആദരിക്കുക അതൊരു സംസ്കാരത്തെ ആദരിക്കലാണ്.
സന്യാസിക്ക് വേണ്ട സേവകൾ, അതായത് ഭക്ഷണം, വസ്ത്രം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഒരു സംസ്കൃതിയിലെ ആളുകളെ കൂടി ശീലിപ്പിക്കുക എന്നുള്ളതാണ് ദക്ഷിണ ഭാരതത്തിൽ. അത് ഇന്നത്തെ സന്യാസിമാർക്ക് മാത്രമല്ല, ആചാര്യസ്വാമികൾക്ക് പോലും വേണ്ടത്ര ബഹുമാനം കൊടുക്കാത്ത സംസ്ഥാനം അദ്ദേഹം ജനിച്ച ഈ കേരളമാണ്. നമ്മൾ എവിടെ ഉത്തരഭാരതത്തിൽ ചെന്നാലും നിങ്ങൾക്ക് ശങ്കരാചാര്യ ചൗക്ക് കാണാം, ശങ്കരാചാര്യ മാർഗ് കാണാം, ശങ്കരാചാര്യരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള നിരവധി കേന്ദ്രങ്ങൾ കാണാം. കേരളത്തിൽ നമ്മൾ ശങ്കരാചാര്യരുടെ ജന്മഭൂമി വന്നാൽ പോലും അങ്ങനെ ഒരു കാര്യം കാണാൻ പറ്റില്ല. ശങ്കരാചാര്യ പേരിലുള്ളത് ഒരു സർവകലാശാലയാണ്. അവിടെ ശങ്കരാചാര്യരും ശങ്കരാചാര്യരുടെ ധർമ്മവും മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ശങ്കരബാഹ്യമായ എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഈ വല്ലാത്ത ഒരു പൊളിറ്റിക്കൽ നിലപാടായിരിക്കാം, അല്ലെങ്കിൽ അതിര് കവിഞ്ഞ ഇടതുപക്ഷം, മതനിരപേക്ഷത എന്നൊക്കെ പറയുന്ന ഒരു വ്യാജമായ ഒരു നിലപാടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം സന്യാസിമാരെ മാത്രം മാറ്റി നിർത്തുക. അതേസമയം മറ്റു മതങ്ങളിൽപ്പെട്ട ഈ വൈദിക വൃത്തി ചെയ്യുന്ന ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുകയും, സന്യാസിമാരെന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമാണ്, നമുക്ക് വേണ്ടാത്തതാണ്, അതും ഹിന്ദുക്കളാണ് ഇപ്പോഴും കേരളത്തിൽ ഭൂരിപക്ഷം. അങ്ങനെ വരുന്നൊരു ഈക്കോസിസ്റ്റം കേരളത്തിലുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. ഏറ്റവും പ്രധാനം, നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഇതിനൊരു മാന്യത ഉണ്ടാവുക എന്ന് പറയുന്നത്, ആ സമാജം അവിടുത്തെ ആചാര്യന്മാരെ എത്രത്തോളം ആദരിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ ആ സമാജം ഇവിടുത്തെ ആചാര്യന്മാരെ നല്ല രീതിയിൽ ആദരിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരും ആ രീതിയിൽ ആദരിക്കും. അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ ഹിന്ദുക്കളെ റെസ്പെക്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞ ഒരു ഈ പുരോഗമന മതനിരപേക്ഷ എന്നൊക്കെ പറയുന്ന ടാഗ് ലൈനുകളിൽ വരുന്ന എല്ലാ അധോഗമന വർഗീയ പ്രീണന സ്വഭാവമുള്ള ചിന്താധാരകളും എല്ലാം അടിപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ള ഒരു ഹിന്ദു നാമധാരികളായിട്ടുള്ള വലിയൊരു ശതമാനം ആളുകൾ. അപ്പോൾ അവർ അത്തരത്തിലുള്ള പ്രചരണങ്ങളിലും അത്തരത്തിലുള്ള പ്രീണനങ്ങളിലുമാണ് അവർക്ക് ഇക്കാലം അത്രയും കൂടുതൽ താല്പര്യം ഉണ്ടായത്. അതിൻ്റെ ഒരു ദുരവസ്ഥയാണെന്ന് കേരളം അഭിമുഖീകരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് കാണുന്ന അരാജകത്വവും അസ്വസ്ഥതകളും എല്ലാം ഈ ഒരു സംസ്കൃതിയെ, ഒരു നാടിൻ്റെ സംസ്കൃതിയെ മറന്നുപോയത് കൊണ്ട് അല്ലെങ്കിൽ നിഷേധിച്ചതിൻ്റെ ഒരു ദുരന്ത ഫലമാണ്. അപ്പോൾ അതിനെ ആദ്യം ഹിന്ദു സമാജത്തിനുള്ളിൽ ഈ സംസ്കൃതിയെ, അതിൻ്റെ ആചാര്യന്മാരെ ആദരിക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാവുക. ഇന്നലെ സത്സ്വരൂപാനന്ദ സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ഒരു വിശകലനം നടത്തിയപ്പോൾ സ്വാമി പറഞ്ഞു, മലബാറിൽ വലിയ സ്വീകരണമായിരുന്നു, വലിയ തോതിൽ 10,000-കണക്കിന് ആളുകൾ സന്യാസിമാരെ കാണാനും കേൾക്കാനും വന്നു. പക്ഷെ മലബാർ കഴിഞ്ഞ് തെക്കൻ കേരളത്തിലേക്ക് വന്നപ്പോൾ എവിടെയോ എന്തോ ഒരു കുഴപ്പം പറ്റിയിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ മലബാർ മേഖല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം കൂടുതൽ, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ, ഇസ്ലാം മതവിശ്വാസികൾ ഒരുപാട് താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്ന അവിടെയാണ് വലിയ സ്വീകരണം. അതിന് സ്വാമി പറഞ്ഞു, അതായത് അവർക്ക് തൂർ കിണറെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം മലബാറിലുള്ളവർക്ക്, ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. അതൊരു വലിയ കാര്യം. അത് പലപ്പോഴും ഉത്തരഭാരതത്തിലെ കാര്യത്തിലും, ഉത്തരഭാരതം എന്തുകൊണ്ട് ധർമ്മത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളെ വളരെ ശക്തമായി നേരിടുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ ഓരോ നാട്ടിലും ഇസ്ലാമിസ്റ്റ് അധിനിവേശക്കാർ തകർത്ത് കളഞ്ഞ ക്ഷേത്രങ്ങളുണ്ട്, അവരുടെ ഇരയായവരുണ്ട്. അതിനിരയായ മുത്തശ്ശൻ്റെ മുത്തശ്ശനോ ഇരയായ ആളുകളുണ്ട്. അപ്പം അതിൻ്റെ ഒരു വേദന, അപ്പോൾ ഈ ക്ഷേത്രം മുഴുവൻ തകർക്കുകയല്ല. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര തൊട്ട് അങ്ങോട്ട് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒന്ന് തല്ലിപ്പൊട്ടിച്ചിട്ടിട്ട് പോവുകയാണ്. അതായത് ഇതൊരു വേദനയായി, മുറിവായി, അപമാനമായി എന്നും നിങ്ങളുടെ മുമ്പിൽ കാണണം എന്നുള്ളതായിരിക്കും. കാരണം അന്ന് മുഴുവൻ നശിപ്പിച്ച് കളയാനുള്ള ശക്തി ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ ഇട്ടിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കാശിയിൽ വന്നാൽ കാശി ക്ഷേത്രത്തിൻ്റെ ചുമരുകൾ മുഴുവൻ നിലനിർത്തിക്കൊണ്ടാണ് മുകളിൽ മീനാരം, വിശ്വനാഥക്ഷേത്രത്തിൻ്റെ മീനാരം, മുകളിൽ മീനാരം പണിയുന്നത്. അപ്പോൾ അങ്ങനെ നിലനിർത്തിക്കൊണ്ടാണ് ഇവരെല്ലാ അധിനിവേശങ്ങളും നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേദന, അതിൻ്റെ ചരിത്ര സ്മരണ പേറുന്ന സമൂഹങ്ങൾ അതിനെ ഒരു കരുത്തുണ്ടാകുന്ന സമയത്ത് ശക്തമായി പ്രതിരോധിക്കും. ഒരുപക്ഷെ ടിപ്പു സുൽത്താൻ ആലുവയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോയിരുന്നെങ്കിൽ തെക്കൻ കേരളത്തിലും ഉണ്ടായേനെ, ഈ വ്യത്യാസം ഉണ്ടായേനെ. അതെ, അത് വൈക്കം പത്മനാഭപിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ടിപ്പുവിനെ കാല് വെട്ടി ഓടിച്ചതുകൊണ്ട് അതെ, എറണാകുളം മുതൽ അങ്ങോട്ടുള്ളവർക്ക് ഹിന്ദു ബോധം, സമാജബോധം വളരെ കുറവാണ്. അതെ 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 അത് നമ്മളെപ്പോഴും ഒരു ദുരന്തങ്ങളെ അതിജീവിച്ച ജനതയ്ക്ക് മറ്റൊരു ദുരന്തത്തെ മുൻകൂട്ടി പ്രതിരോധിക്കാനുള്ള ഒരു വാസന കൂടുതലായിരിക്കും. എന്നാൽ ഒരു സുഖമായിട്ട് സുഖാലസ്യത്തിലിരിക്കുന്ന ഒരു ജനതയ്ക്ക് അത്തരത്തിലുള്ള
ഒരു വാസന ഉണ്ടാവില്ല. കേട്ടറിഞ്ഞ് വരണം. അതെ അതെ. അനുഭവിച്ചുള്ള അറിവില്ല. പൊതുവിൽ കേരളത്തിന് തന്നെ അത്തരം അനുഭവങ്ങളില്ല. അതെ. അതായത് ഉത്തരഭാരതം അനുഭവിച്ചതുപോലുള്ള അനുഭവങ്ങൾ കേരളത്തിനില്ല. ഉത്തരഭാരതം അനുഭവിച്ച പോലെ കാലാവസ്ഥയുടെ വെല്ലുവിളികൾ കേരളം അനുഭവിച്ചിട്ടില്ല. പൊതുവിൽ നമുക്ക് 2018 ഒരു പ്രളയം മാത്രമേ 99 വെള്ളപ്പൊക്കത്തിന് ശേഷം ഓർമ്മ. പൊതുവിൽ സുഖിയരും അലസരുമാണ്. ഏതായാലും സ്വാമി അടക്കമുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ കേരളത്തിൽ നടത്തുന്ന ശ്രമം വലിയൊരു നവോത്ഥാന ഉണർവ്, ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് സാർത്ഥകമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സ്വാമി നമ്മുടെ പുതിയ ചാനലിലേക്ക് വന്നതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ സ്വാമിയായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം ഞാനിപ്പോഴും എല്ലായിടത്തും പറയും. ഇപ്പോൾ ഞാനിപ്പോഴും ഈ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വളരെ ശിശുവാണ്. എനിക്ക് എന്തെങ്കിലും ആദ്യ അക്ഷരങ്ങൾ അറിയാമെങ്കിൽ അത് കുറിച്ച് തന്നത് സ്വാമിയാണ്. പൂർവാശ്രമത്തിൽ ആദ്യത്തെ ഇമെയിൽ ഉണ്ടാക്കി തന്നത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആ ഇമെയിൽ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പഴയതായിട്ടുള്ളൂ. അതെ അതെ അതെ. അല്ല, പക്ഷെ നമ്മുടെ ധർമ്മത്തിൽ അല്ലെങ്കിൽ ഈ സംസ്കൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മീഡിയ എന്ന് പറയുന്നത്. അപ്പം മറ്റെല്ലാ ഈ ധർമ്മത്തെ അല്ലെങ്കിൽ ഈ സംസ്കൃതിയെ, ഭാരതത്തെ എതിർക്കേണ്ട എല്ലാവരും ഏറ്റവും സമർത്ഥമായും ഏറ്റവും പ്ലാൻഡായിട്ടും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മാധ്യമരംഗം. അപ്പം അങ്ങേക്ക് നേരിട്ട് അറിയാവുന്നതാണ്. പ്രഗത്ഭർ എന്ന് പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള പലരും പല 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 തരത്തിലുള്ള പേറോളുകളിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ സംസ്കൃതിക്ക് വേണ്ടിയിട്ട്, ഈ ദേശത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മാധ്യമ സംരംഭങ്ങൾ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഇവിടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യം, നല്ല കാര്യങ്ങൾ ചെയ്യുകയും അത് നല്ല രീതിയിൽ പറയുകയും ചെയ്താലേ വിജയം ഉണ്ടാവുള്ളൂ. അതെ. അപ്പോൾ അതിന് ഇന്നത്തെ കാലത്ത് ഇത് മീഡിയ, മാധ്യമം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ അങ്ങും ഈ ധർമ്മത്തിന് വേണ്ടി വലിയ പരിശ്രമങ്ങളാണ് ചെയ്യുന്നത്. ധർമ്മത്തിന് വേണ്ടിയാണ് നമ്മളും ഈ ഇന്ത്യ ലൈവ് തുടങ്ങിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്. അതിൽ അണുവിട വ്യത്യാസമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകും. ഏതായാലും ജൂനാഘാടയിൽ ഒരു ദിവസം വരണം. സ്വാമി അവിടെ ഉള്ളപ്പം ഒരു ദിവസം വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ഒരുപാട് പ്രേക്ഷകർക്കും സ്വാമിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ അങ്ങയുടെ സാന്നിധ്യം നൽകണമെന്ന് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഏതായാലും ഇവിടെ വരെ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഇന്ത്യ ലൈവിൻ്റെ എല്ലാ ജീവനക്കാരുടെയും ഇതിൻ്റെ പ്രേക്ഷകരുടെയും പേരിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞാൽ അധികം പറ്റാകുമോ? എൻ്റെ ആവശ്യമില്ലല്ലോ, ഒരേ കാര്യം ചെയ്യുന്നു. അതെ അതെ. അപ്പോൾ ഏതായാലും സ്വാമി നമസ്തേ.